ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് തുടങ്ങാൻ പ്ലാനുണ്ടോ? അപ്പോൾ ഏറ്റവും വലിയ തലവേദനകളിലൊന്ന് അതിനൊരു പേര് കണ്ടെത്തുക എന്നതായിരിക്കും, അല്ലേ? ഒരു നല്ല പേര് കിട്ടിയാൽ ബിസിനസ് പകുതി രക്ഷപ്പെട്ടു. പക്ഷേ പേര് പാളിപ്പോയാലോ? അത് തുടക്കത്തിലെ ഒരു കല്ലുകടിയാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു വിജയസാധ്യതയുള്ള പേര് കണ്ടെത്തുന്നത്? വാ, നമുക്ക് നോക്കാം. ഒരു പേരിൽ എന്തിരിക്കുന്നുന്നല്ലേ? സത്യം പറഞ്ഞാത് എല്ലാം അതിലുണ്ട്. അതൊരു വെറും വാക്കല്ല, നിങ്ങളുടെ ബ്രാൻഡിന്റെ മുഴുവൻ കഥയും അതിന്റെ വ്യക്തിത്വവും പടുത്തുയർത്താനുള്ളൊരു ഫൗണ്ടേഷനാണ് ആ പേര്. ഒരു നല്ല പേരിന് നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു മോശം പേരാണെങ്കിലോ അത് തുടക്കത്തിലെ ഒരു പാരയാവും. അപ്പോൾ ആ പെർഫെക്റ്റ് പേര് കണ്ടെത്താനുള്ള നമ്മുടെ ഈ യാത്രയെ നമുക്കൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. 1. നമ്മുടെ അടിത്തറ എന്താണെന്ന് നിർവചിക്കുക. 2. ഒരു റിയാലിറ്റി ചെക്ക് നടത്തുക. പിന്നെ 3. നമ്മുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് നോക്കുക. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പോൾ 1-ാം ഘട്ടം നമ്മുടെ ഫൗണ്ടേഷൻ കണ്ടെത്തുക. ഒരു നല്ല പേരെന്ന് പറയുന്നത് വെറുതെ പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല. അത് തുടങ്ങുന്നത് നമ്മളാരാണ്, നമ്മുടെ ബ്രാൻഡ് എന്താണ്, അതിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മളോട് തന്നെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള പേര് എന്താണ്? ഇനി രണ്ടാമതായിട്ട് ആ പേരിന്റെ അർത്ഥം എന്താണ്? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ പേര് നിങ്ങളുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയുമായിട്ട് അതിന്റെ വാല്യൂസുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ടു പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയറായി. പക്ഷേ അതുമാത്രം മതിയോ? പോരാ. ഇനി നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റിൽ ഇതിനെ എന്ത് സംഭവിക്കും എന്നതാണ്. അതായത് കസ്റ്റമേഴ്സ് ഇതിനെ എങ്ങനെ സ്വീകരിക്കും? വാ നോക്കാം. നമ്മൾ സാധാരണയായിട്ട് വരുത്തുന്നൊരു അബദ്ധം എന്താണെന്നറിയോ? ഒരുപാട് ക്രിയേറ്റീവ് ആകാൻ നോക്കി ആളുകളെ കൺഫ്യൂഷനിലാക്കുക. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇതെന്താ സംഭവം എന്നൊരാൾക്ക് തോന്നരുത്. പേരിന് നിങ്ങളുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഓർക്കുക, ഭയങ്കര ക്രിയേറ്റീവ് ആകുന്നതിനേക്കാൾ എപ്പോഴും പ്രധാനം ക്ലാരിറ്റിയാണ്. അടുത്ത ചോദ്യം, ഇത് ഓർക്കാൻ എളുപ്പമുണ്ടോ, പറയാൻ എളുപ്പമുണ്ടോ? കാരണം ആലോചിച്ചു നോക്കൂ, പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു പേര് നമ്മളാരും ഫ്രണ്ട്സിനോട് പോയി പറയില്ല, അല്ലേ? നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടീം. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു പേര് കൊടുക്കണം. അവസാനമായിട്ട് ഈ ഭാഗത്ത് ഈ പേരിന് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അത് അവരുടെ കൾച്ചറുമായി, അവരുടെ സംസാര രീതിയുമായിട്ടൊക്കെ ചേരുന്നുണ്ടോ? ഒരു കച്ചവടം എന്നതിലുപരി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് പൊളിച്ചു. ഓക്കെ, അപ്പം നമ്മൾ 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനെ നമുക്ക് റിയാലിറ്റി ചെക്ക് എന്ന് വിളിക്കാം. നമ്മുടെ മനസ്സിലുള്ള കിടിലൻ ഐഡിയകൾക്ക് യഥാർത്ഥ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന സമയമാണിത്. നിങ്ങളുടെ ഐഡിയ നല്ലതായിരിക്കാം, പക്ഷെ മാർക്കറ്റിൽ നിങ്ങളെപ്പോലെ വേറെയും ഒരുപാട് പേരുണ്ടാവും. ഈ കാണുന്ന ടേബിൾ പോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പേരും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. നിങ്ങളുടെ പേര് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടോ? അതോ കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ പേര് പോലെ തോന്നുന്നുണ്ടോ? ആളുകൾക്ക് നിങ്ങളെയും അവരെയും തമ്മിൽ മാറിപ്പോകാൻ ഒരു ചെറിയ സാധ്യത പോലും കൊടുക്കരുത്. ഇനി വരുന്നത് കുറച്ച് പ്രാക്ടിക്കൽ, പക്ഷേ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ കണ്ടാൽ മതി. 1. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡൊമൈൻ നെയിം കിട്ടുമോ? 2. ഈ പേരിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായി സാധിക്കുമോ? 3. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ഈ ഹാൻഡിൽ അവൈലബിൾ ആണോ? ഈ 3നും ഉത്തരം യെസ് അല്ലെങ്കിൽ ആ പേര് വിട്ടേക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭാവി ഉറപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന പേര് കുറേ കാലത്തേക്ക് ഉള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് വളരുമ്പോൾ ഈ പേരും കൂടെ വളരുമോ? അതാണ് ചോദ്യം. ഇന്ന് നമ്മൾ എടുക്കുന്നൊരു തീരുമാനം നാളത്തെ വളർച്ചയെ ബാധിക്കരുത്. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബിസിനസ് വലുതാകുമ്പോൾ ഈ പേര് ഒരു തടസ്സമാകുമോ? ഉദാഹരണത്തിന്, കൊച്ചി കഫേ എന്ന പേര് കൊച്ചിയിലെ ബിസിനസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ നാളെ നിങ്ങൾ ബാംഗ്ലൂരിലോ ഔട്ട്ലെറ്റ് തുടങ്ങിയാലോ? അപ്പോൾ പേര് മാറ്റേണ്ടി വരില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയെ ലിമിറ്റ് ചെയ്യാത്ത ഒരു പേര് വേണം തിരഞ്ഞെടുക്കാൻ. ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഫൈനൽ ഡിസിഷൻ നിങ്ങൾ ഒറ്റയ്ക്കെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഐഡിയയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള അഭിപ്രായം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ടീമിലെ ആളുകളോടും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ച് കസ്റ്റമേഴ്സിനോടും ഈ പേരിനെക്കുറിച്ച് ചോദിച്ചറിയണം. അപ്പോൾ ആരുടെ അഭിപ്രായത്തിനാണ് നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടത്? ഈ ചാർട്ട് കണ്ടില്ലേ? അവസാനം നിങ്ങളുടെ പ്രോഡക്റ്റ് കാശ് കൊടുത്ത് വാങ്ങുന്നത് കസ്റ്റമറാണ്. അതുകൊണ്ട് അവരുടെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും നിങ്ങളുടെ ടീമിന്റെയും എക്സ്പേർട്സിന്റെയും അഭിപ്രായങ്ങൾ കേൾക്കണം.
പക്ഷേ ഫൈനൽ കോൾ എടുക്കുമ്പോൾ കസ്റ്റമർ എന്ത് പറയുന്നു എന്നതിന് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ പേര് എന്റെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ശരിയായ രീതിയിൽ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ഒരു ലോങ് ടേം വിജയത്തിന് ഇത് സഹായിക്കുമോ? ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം 100% അതെ എന്നാണെങ്കിൽ നിങ്ങളൊരു വിജയിക്കുന്ന പേര് കണ്ടെത്തിക്കഴിഞ്ഞു.